രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ മൂന്നാമത്തെ പീഡന കേസിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വലിയ വ്യക്തിഹത്യയുടെയും ചൂഷണത്തിന്റെയും കഥകളാണ് ചർച്ചയാകുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പുതിയ പരാതിയിൽ പാലക്കാട് KPM ഹോട്ടലിൽ നിന്ന് അർദ്ധരാത്രിയോടെ കസ്റ്റഡിയിലെടുത്ത രാഹുലിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. SIT മേധാവി G പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ AR ക്യാമ്പിൽ വെച്ച് പുലർച്ചെ മുതൽ രാഹുലിനെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കി. അതീവ രഹസ്യമായാണ് പോലീസ് ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കിയത്. ഇന്നലെ ഉച്ച മുതൽ രാഹുലിന്റെ ഓരോ നീക്കങ്ങളും പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം വൻ പോലീസ് സന്നാഹമാണ് ഹോട്ടലിൽ എത്തിയത്. രാത്രി 12:30 പോലീസ് സംഘം മുറിയിൽ എത്തിയപ്പോൾ ആദ്യം പുറത്തിറങ്ങാൻ രാഹുൽ തയ്യാറായിരുന്നില്ല. തന്റെ അഭിഭാഷകനെ കാണണമെന്നും നിയമസഹായം വേണമെന്നും അദ്ദേഹം വാശി പിടിച്ചു. എന്നാൽ അന്വേഷണ സംഘം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ബലം പ്രയോഗിക്കേണ്ടി വരുമെന്ന സൂചന നൽകിയതോടെയാണ് രാഹുൽ പോലീസിന് വഴങ്ങിയത്. ചോദ്യം ചെയ്യലിൽ ഉയർത്തുവന്ന ആരോപണങ്ങളെല്ലാം രാഹുൽ പാടെ നിഷേധിച്ചു. യുവതിയുമായി തനിക്ക് സൗഹൃദമുണ്ടായിരുന്നുവെന്നും ലൈംഗിക ബന്ധം നടന്നത് ഉഭയസമ്മതപ്രകാരമാണെന്നുമാണ് രാഹുലിന്റെ വാദം. എന്നാൽ യുവതി നൽകിയ മൊഴികളും തെളിവുകളും രാഹുലിന്റെ വാദങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ്. ബലാത്സംഗം, ക്രൂരമായ ദേഹ ഉപദ്രവം, സാമ്പത്തിക ചൂഷണം, നിർബന്ധിത ഗർഭചിത്രം എന്നീ ഗുരുതരമായ കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. 5 ദിവസം മുമ്പാണ് യുവതി SIT മേധാവിക്ക് നേരിട്ട് പരാതി നൽകിയത്. പരാതിയിലെ ഗൗരവം കണക്കിലെടുത്ത് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. യുവതിയുടെ മൊഴി പ്രകാരം കുടുംബ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് രാഹുലിനെ പരിചയപ്പെടുന്നത്. ഈ മാനസികാവസ്ഥ ചൂഷണം ചെയ്ത രാഹുൽ താനുമായി പ്രണയത്തിലാണെന്ന് വിശ്വസിപ്പിച്ചു. വിവാഹബന്ധം വേർപെടുത്താൻ പ്രേരിപ്പിക്കുകയും വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ഒരു കുഞ്ഞുണ്ടായാൽ വിവാഹം വേഗത്തിൽ നടക്കും എന്ന് രാഹുൽ തന്നെ വിശ്വസിപ്പിച്ചതായി യുവതി കരഞ്ഞുകൊണ്ട് മൊഴി നൽകി. രാഹുൽ നിർദ്ദേശിച്ച ഹോട്ടലിൽ യുവതി തന്നെ റൂം ബുക്ക് ചെയ്യുകയായിരുന്നു. അവിടെ വെച്ച് നടന്ന ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ക്രൂരമായ ബലാത്സംഗത്തിനാണ് താൻ ഇരയായതെന്ന് യുവതി പറയുന്നു. സംസാരിക്കാൻ പോലും തയ്യാറാകാതെ ശാരീരികമായി കടന്ന് ആക്രമിക്കുകയായിരുന്നു. പിന്നീട് താൻ ഗർഭിണിയായപ്പോൾ രാഹുലിന്റെ ഭാവം മാറി. കുഞ്ഞിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായില്ലെന്ന് മാത്രമല്ല അത് തന്റെ കുഞ്ഞല്ലെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്തു. ഗർഭസ്ഥ ശിശുവിന്റെ DNA പരിശോധന നടത്താൻ യുവതി സന്നദ്ധത അറിയിച്ചുവെങ്കിലും രാഹുൽ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. ഗർഭചിത്രം നടത്താൻ വലിയ തോതിൽ മാനസിക സമ്മർദ്ദം ചെലുത്തിയതായും യുവതി മൊഴിയിൽ വ്യക്തമാക്കുന്നു. ഇതിന്റെ തെളിവുകൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. ലൈംഗിക ചൂഷണത്തിന് പുറമെ വലിയ തോതിലുള്ള സാമ്പത്തിക ചൂഷണവും നടന്നതായി പരാതിയിലുണ്ട്. ചെരുപ്പ് വാങ്ങാനെന്ന പേരിൽ 10,000 രൂപ വാങ്ങിയതും വില കൂടിയ ആഡംബര വാച്ചുകൾ യുവതിയെ കൊണ്ട് വാങ്ങിപ്പിച്ചതും മൊഴിയിലുണ്ട്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പോലും യുവതിയുടെ പണം കൊണ്ടാണ് രാഹുൽ വാങ്ങിയിരുന്നത്. പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ രാഹുൽ ഭീഷണിപ്പെടുത്തിയിരുന്നു. വിവരം പുറത്തറിഞ്ഞാൽ യുവതിയുടെ സഹോദരിയുടെ വിവാഹം മുടക്കുമെന്നായിരുന്നു ഭീഷണി. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച ജീവിതം തകർക്കുമെന്നും രാഹുൽ താക്കീത് നൽകിയിരുന്നു. ഈ സംഭവങ്ങളിലെല്ലാം രാഹുലിന്റെ വിശ്വസ്തനായ ഫെന്നി നൈനാന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. താൻ ഗർഭിണിയാണെന്ന വിവരങ്ങളും അബോർഷൻ കാര്യങ്ങളും ഫെന്നിക്ക് അറിയാമായിരുന്നു. രാഹുൽ ഫോണിൽ ബ്ലോക്ക് ചെയ്തപ്പോൾ താൻ സഹായത്തിനായി വിളിച്ചത് ഫെന്നിയായിരുന്നുവെന്ന് യുവതി പറയുന്നു. തിരഞ്ഞെടുപ്പ് കാലത്തെ തിരക്കുകൾക്കിടയിലും രാഹുൽ യുവതിയെ ചൂഷണം ചെയ്യുന്നത് തുടർന്നു. വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് അവിടേക്ക് വരാൻ യുവതിയോട് നിർബന്ധിച്ചു. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിന് ശേഷം ബന്ധം പുതുക്കാൻ രാഹുൽ വീണ്ടും ശ്രമിച്ചതായും മൊഴിയിലുണ്ട്. പാലക്കാട് ഒരു ഫ്ളാറ്റ് വാങ്ങി നൽകാമെന്നും അവിടെ ഒരുമിച്ച് താമസിക്കാമെന്നും രാഹുൽ വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും നടന്നില്ല. രാഹുലിന്റെ 2 മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. ഫോണിലെ വാട്സ്ആപ്പ് ചാറ്റുകളും ഇമെയിലുകളും പരിശോധിക്കുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് പോലീസ് കരുതുന്നുണ്ട്. രാഹുലിനെ ഇന്ന് രാവിലെ 10 മണിയോടെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കും. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു നിയമ പോരാട്ടത്തിനാണ് ഇതോടെ തുടക്കമായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ വലിയ പ്രതിച്ഛായ ഉണ്ടായിരുന്ന രാഹുലിന് ഈ കേസുകൾ വലിയ തിരിച്ചടിയാണ്. തുടർച്ചയായ 3 പരാതികൾ ഉയർന്നത് പാർട്ടിക്കുള്ളിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ എന്നാണ് കേരളം കാത്തിരിക്കുന്നത്. യുവതി നൽകിയ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് വലിയ മുതൽക്കൂട്ടാണ്. പണം കൈമാറിയതിന്റെ രേഖകൾ, ഹോട്ടൽ രേഖകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഈ കേസിലെ വിധിയിലൂടെ നിർണ്ണയിക്കപ്പെടും. രാഹുലിന്റെ അറസ്റ്റ് വാർത്ത പുറത്തു വന്നതോടെ പാലക്കാട് AR ക്യാമ്പിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ വേട്ടയാടലാണെന്നാണ് അവരുടെ വാദം. എന്നാൽ സ്ത്രീ പീഡന പരാതിയിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് പോലീസ് നിലപാട്. കേസിലെ പ്രധാന സാക്ഷിയാകാൻ സാധ്യതയുള്ള ഫെന്നി നൈനാനെയും പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. ഗൂഢാലോചനയിൽ ഫെന്നിക്ക് പങ്കുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കാൻ ശക്തമായ തെളിവുകളുമായി മുന്നോട്ട് പോകാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.